ഹായ്, ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നീഡിൽ എങ്ങനെ മാറ്റുന്നതിനെ പറ്റി പഠിച്ചിരുന്നു. ഇനി പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പ്രഷർ ഫൂട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം, എന്താണ് പ്രഷർ ഫൂട്ട്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. കൂട്ടുകാരെ, ഇതാണ് പ്രഷർ ഫൂട്ട്. അതായത് സാധാരണ ടൈലർ മെഷീൻ്റെ, ചെറിയ മെഷീൻ്റെ പ്രഷർ ഫൂട്ട് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് പല രൂപത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് നമ്മളെ ക്ലോത്തിനെ അല്ലെ തുണിയെ നമുക്ക് അടിക്കാൻ നോക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയെ പിടിച്ചു വെക്കുന്നത് ഇതാണ്. അതായത് മെഷീൻ്റെ പല്ലിൻ്റെ മേലെ നമുക്ക് അതിലേക്ക് അടക്കാം. അതിന് പിടിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു രൂപമാണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് എന്താണ് കംപ്ലൈൻറ്റ്, എന്താണ് പ്രോബ്ലം, ആകുമ്പോൾ എങ്ങനെയാണ് ഇത് ചേഞ്ച് ആക്കേണ്ടത്, ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇത് ചേഞ്ച് ആക്കേണ്ട സമയം എത്രയാണ്, ഏത് രൂപത്തിലാവുമ്പോഴാണ് ഇത് ചേഞ്ച് ആക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കുറേ ഡൗട്ടുകൾ വരാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊക്കെ ഇനി അടുത്തത് പ്രഷർ ഫൂട്ട്. ഇപ്പോൾ പ്രഷർ ഫൂട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ചേഞ്ച് ആക്കാനായോ എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നീഡിൽ ഇങ്ങനെ താഴോട്ടുണ്ടെങ്കിൽ അതൊന്ന് മേലോട്ട് പൊക്കി വെക്കണം. നീഡിൽ പൊക്കിയതിന് ശേഷം പ്രഷർ ഫൂട്ടും ഇങ്ങനെ പൊക്കുക, ഇച്ചിരി പൊക്കുക. എന്നിട്ട് നമ്മുടെ വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് ഇത് കണ്ട ഇങ്ങനെ അതായത് നമ്മുടെ ഒരു ബലമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ആയിപ്പോകുന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം. കാരണം ഇതാണ് നമ്മളുടെ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയെ പിടിക്കുന്ന സാധനം. ഇത് നമ്മൾ വെച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് തുണിയെ ഇത് പിടിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ലൂസായി കിടന്നാൽ അതിൻ്റെ സ്പ്രിങ് നഷ്ടപ്പെട്ടെന്ന് അതിൻ്റെ അർത്ഥം. ലൂസായി കിടക്കുകയാണെങ്കിൽ നമ്മളിത് ചേഞ്ച് ആക്കണം. അതായത് സംഭവിക്കുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റിച്ചിനെ നല്ല രീതിയിൽ കൊണ്ടുപോകില്ല. അതായത് ഒരു പൊളഞ്ഞ രീതിയിൽ സ്റ്റിച്ച് പ്രസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇത് ഇളകുന്നുണ്ട്, ഇങ്ങനെ ഒരാടുന്ന രീതിയിലായിപ്പോവും. അന്നേരം നൂല് പൊട്ടാൻ സാധ്യതയുണ്ട്, സ്റ്റിച്ച് ക്ലിയർ ആകാതെ ഇരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനുകൊണ്ട് സംഭവിക്കുക. അധികം നൂല് പൊട്ടുകയാണ് ചെയ്യുക. കാരണം ഈ സൈഡ് വന്നിട്ട് ഇത് തട്ടുകയോ വരക്കുകയോ എന്താണെന്ന് ചെയ്താൽ കട്ടിയുള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രഷർ ഫൂട്ടിൻ്റെ ഈ സ്ക്രൂ ഇല്ലേ, ഈ സ്ക്രൂ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അതെല്ലാവർക്കും ആവുന്ന കാര്യം തന്നെ. റൗണ്ടായിട്ട് ഇത് ഊരിയെടുക്കുന്നു. ഇത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ നല്ലപോലെ ഊരി കയ്യിലെടുക്കണ്ട, കുറച്ച് ലൂസാക്കിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഈസി ആയിട്ട് ഊരിയെടുക്കുക. വളരെ ഈസിയായി സൂചി തോളിൽ നല്ല ശ്രദ്ധിക്കണേ. അതിന് ശേഷം ഊരിയെടുക്കാം. നമുക്കത് മനസ്സിലായില്ല, ഇത് വളരെ പോവാം. എന്നിട്ട് നമ്മളൊരു പുതിയ സാധനം എടുക്കുന്നു, പുതിയ നല്ല പ്രഷർ ഫൂട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ വില കൊളുത്തി വെക്കുന്നു. ഇതിങ്ങനെ ചുമ്മാ ഒരു കൊളുത്ത് പോലെ ഇവിടെ ഉണ്ടല്ലോ, അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമുള്ളൂ. അതിന് ശേഷം കൈ കൊണ്ട് നമ്മൾ ടൈറ്റ് ആക്കുക. അപ്പോൾ കൈ കൊണ്ട് ടൈറ്റ് ആക്കിയാലും നമുക്ക് നല്ലപോലെ ടൈറ്റ് ആവണമെന്നില്ല. എന്നിട്ട് നമ്മൾ പരന്ന രീതിയിലുള്ള മൈനസായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട്, ചെറിയ സ്ക്രൂ ഡ്രൈവർ നിങ്ങളുടെ കയ്യിലെന്തായാലും ഉണ്ടാവും, മിഷൻ സ്ക്രൂ ഡ്രൈവർ കിട്ടും, ഒഴിച്ച് നല്ല രീതിയിൽ മിഷൻ പിടിക്കണം. നല്ല രീതിയിലൊന്ന് ടൈറ്റ് ആക്കുക. നല്ല രീതിയിൽ ഓക്കെ. അധികം ശക്തിയൊന്നും കൊടുക്കണ്ട, എന്നാലും ഒന്ന് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് പ്രഷർ ഫൂട്ട് താഴോട്ടൊന്ന് താഴ്ത്തി വെക്കുക. താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ സാവധാനം കൈകൊണ്ട് വീല് നല്ലോണം താഴ്ത്തിയിട്ട് സൂചി ഈ പ്രഷർ ഫൂട്ടിന് മുട്ടുന്നുണ്ടോ ഇല്ലയോ, അത് തട്ടുന്നുണ്ടോ, അതിനെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അത് ടച്ച് ചെയ്താൽ ഇപ്പോൾ സൂചി പൊട്ടാനും അതുപോലെ തന്നെ നൂല് പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ടച്ച് ചെയ്യുന്നുണ്ട്, അതായത് ഈ നടുക്കുള്ള ഹോളിലേക്കാണ് സൂചി താണു പോകേണ്ടത്, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അഥവാ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രഷർ ഫൂട്ട് ഇച്ചിരി പൊക്കിയതിന് ശേഷം ഏത് ഭാഗത്തേക്കാണ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ എന്തായാലും ഇതിപ്പോൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ ഭാഗം മതി, ഇത് വെച്ച് മെല്ലെ ഒരു തട്ട് ആ ഭാഗത്തേക്ക് എത്ര സ്ലോലി. ഇനി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കാണ് ഇതാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് മെല്ലെ ഒരു ടച്ച് കഴിച്ച്, അത് ശക്തി കൊടുക്കരുത്. എന്നിട്ട് നമ്മളിത് താഴ്ത്തി നോക്കുക. എന്നിട്ട് നമ്മൾ നീഡിൽ ഇറക്കി നോക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ മേലെ നീഡിൽ ടച്ച് ചെയ്താൽ ഭയങ്കര പ്രശ്നമുണ്ട്. അതായത് നീഡിൽ നഷ്ടപ്പെടുന്നു മാത്രമല്ല, ഇതിവിടെ കല വന്നിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ നൂല് പൊട്ടാൻ സാധ്യതയുണ്ട്. പല പ്രോബ്ലംസും ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പം
ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ കമൻസായിട്ടോ ഇതായിട്ടോ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നീഡിലിനെ പറ്റി നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ പ്രഷർ ബൂട്ടിനെ പറ്റിയിട്ടും പഠിച്ചു, എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബോബിൻ കേസിനെ പറ്റി പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിട്ട് കാണാം. ഗുഡ് ബൈ.